മന്ത്രിക്കുപ്പായം അഴിച്ചുവെക്കാതെ തന്നെ സുരേഷ് ഗോപി വീണ്ടും നടനായി മാറി. താരത്തിന്റെ അഭിനയമോഹത്തിന് കേന്ദ്ര സർക്കാരും BJP കേന്ദ്ര നേതൃത്വവും അനുമതി നൽകിയതോടെയാണ് സുരേഷ് ഗോപി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. പൂജപ്പുര ജില്ലാ ജയിലിലാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ഒറ്റക്കൊമ്പിന് വേണ്ടി തയ്യാറെടുത്ത കാലത്ത് വെച്ച നരച്ച താടിയുമായല്ല സുരേഷ് ഗോപി ഷൂട്ടിംഗ് സെറ്റിലെത്തിയത്. അടുത്ത കാലത്തൊന്നും ആരാധകർ കാണാത്ത പുത്തൻ മേക്ക് ഓവർ, രൂപത്തിലും ഭാവത്തിലും ചെറുപ്പം. വിലങ്ങണിയിച്ച് പോലീസ് ജയിലിലെത്തിക്കുന്ന ഒറ്റക്കൊമ്പനിലെ കടുവാക്കുന്നിൽ കുറുവാച്ചനായി കേന്ദ്രമന്ത്രി. ആദ്യ ഷെഡ്യൂളിലെ ആദ്യ ദിവസത്തെ ഷൂട്ടിംഗ് കാണാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലിനും സെറ്റിലെത്തി. സുരേഷ് എൻ്റെ കൂടെ നമ്മൾ ഗോകുലം മൂവീസ് ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. സമൂഹത്തിൽ ഏറ്റവും വ്യക്തിത്വം ഉണ്ടാകുന്ന ഒരു വ്യക്തിൻ്റെ കഥയാണ്. അതാണ് വ്യക്തിത്വത്തിനനുസരിച്ചുള്ളൊരു ക്യാരക്ടറും കൂടിയാണ്. അതുകൊണ്ട് വിജയിക്കുന്നുള്ള വിശ്വാസം. ഈ കാരവൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഷൂട്ടിംഗ് ഇടവേളകളിൽ വിശ്രമിക്കാൻ വേണ്ടി മാത്രമല്ല, കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക പണികളും ഇവിടെ തന്നെ നിർവഹിക്കുന്നു. നായകവേഷത്തിൽ ഇവിടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുമാകും. ഷൂട്ടിംഗ് സെറ്റിലെ കാരവാനിന് സമീപത്തായി കേന്ദ്രമന്ത്രിക്ക് ചെറിയൊരു ഓഫീസ് സജ്ജീകരിച്ചിട്ടുണ്ട്. 2 പേഴ്സണൽ സ്റ്റാഫുകൾ സുരേഷ് ഗോപിക്കൊപ്പമുണ്ട്. മന്ത്രാലയത്തിലെ ഫയലുകളും MP എന്ന നിലയിൽ നേരിട്ട് ലഭിക്കുന്ന പരാതികളും പരിശോധിക്കും. ശാസ്തമംഗലത്തെ ഓഫീസിലുള്ള ഒരു പേഴ്സണൽ സ്റ്റാഫ് ഇവ പരിശോധിച്ച് കേന്ദ്രമന്ത്രിയുടെ പരിശോധനയ്ക്കായി ഷൂട്ടിംഗ് സെറ്റിലെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഒറ്റക്കൊമ്പനിൽ 40 ദിവസമാണ് സുരേഷ് ഗോപിക്കുള്ള ആകെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ. 10 ദിവസത്തെ ഷൂട്ടിംഗിന് ശേഷം കേന്ദ്രമന്ത്രി ഡൽഹിക്ക് പോകും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാകും അടുത്ത ഷെഡ്യൂൾ. കാരണം മന്ത്രിപ്പണിക്ക് തടസ്സമില്ലാതെയുള്ള സിനിമാ അഭിനയത്തിനാണ് സുരേഷ് ഗോപിക്കുള്ള കേന്ദ്ര അനുമതി. ഒറ്റക്കൊമ്പന് പുറമെ 3 സിനിമകൾ കൂടി സുരേഷ് ഗോപി നായകനായി എത്തും. പക്ഷേ അതിനെല്ലാം കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.